അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നാൾ മസ്ജിദു ബനി ഉമയ്യ ചെല്ലെ പള്ളിയിൽ നിസ്കരിച്ചിട്ട് കുറേ നേരം അള്ളാഹുടെ ദുആർന്നത്. എന്നിട്ട് തിരിഞ്ഞിട്ട് സ്വഹാബത്തിൻ്റെ ചെന്ന്, ഓ സ്വഹാബ, ഇന്നത്തെ നാളിൽ ഞാൻ അള്ളാഹുരട്ട 3 വിഷയത്തിൽ ദ്വാർന്ന് റബ്ബുരൊട്ട 3 ಬೇಡಿಕೆನ വെച്ചിന്. അതിൽ 2 ಬೇಡಿಕೆനെ അള്ളാഹു സ്വീകരിച്ച, ഒരു ಬೇಡಿಕೆ അള്ളാഹു തിരസ്കരിച്ച. എന്തായിരിക്കും ആ 3 ಬೇಡಿಕೆ? ഒന്ന്, അല്ലാ യുഹ്ലിക ഉമ്മത്തി ബിസ്സന, നിൻ്റെ ഉമ്മത്തിലെ ക്ഷാമം കൊണ്ടു ഹലാക്കാക്കോ തീറ. ക്ഷാമ ബറകാലം കൊണ്ട് തീരെ മല ബറാണ്ട് മനുഷ്യന്മാരെല്ലാം പട്ടിണിയായിട്ട് പടപ്പടച്ചിട്ട് മരിക്കുന്നതായ ഒരവസ്ഥ എൻ്റെ ഉമ്മത്തിക്ക് പറവോ തീറ. നിങ്ങൾ ഉമ്മത്തി ഒന്നടങ്കമായിട്ട് അങ്ങനെ ബറകാലം വന്നിട്ട് പട്ടിണിയായിട്ട് മരിക്കുമോ തീറാണ്ട്. അത് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അവിടുത്തെ ഉള്ളതായ വലിയൊരു സ്നേഹത്തെ ഭാഗമായിട്ട് അങ്ങനെ ദ്വാർന്നേ ഉമ്മത്തിങ്ങ ഒന്നടങ്കം പട്ടിണിയായിട്ട് മരിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ തീരെ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമായിട്ട് കിട്ടും. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ ഡണ്ണാക്കിയ, ഒരിക്കലും നിങ്ങളെ ഉമ്മത്തിങ്ങളെ പട്ടിണിയായിട്ട് ഒന്നടങ്കം ഉമ്മത്തിങ്ങളെ പട്ടിണിയായിട്ട് നാം കൊല്ലല്ലേ, ഹലാക്കാക്കല്ലേ. വല്ലാ യുഹ്ലിക ബിൽ ഗർഖി, അതുപോലെ നിൻ്റെ ഉമ്മത്തിനെ പിന്നെ ഒന്നടങ്കം തന്നിൽ മുക്കിയിട്ട് കൊല്ലോ തീര, ഹലാക്കാക്കോ തീര. നൂഹ് നബി അലൈഹി സ്വലാമയുടെ സമുദായത്തെ ഹലാക്കാക്കിയതുപോലെ, അതുപോലെ ഫിർഔനും അവൻ്റെ കിങ്കരന്മാരെ അള്ളാഹു ഹലാക്കാക്കിയതുപോലെ നിൻ്റെ ഉമ്മത്തിങ്ങനെ ഒന്നടങ്കമായിട്ട് നീ ഹലാക്കാവോ തീര, മുക്കിയിട്ട് തന്നിൽ മുക്കിയിട്ട് ഹലാക്കാക്കോ തീര. നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ കാലഘട്ടത്തിൽ വലിയ ജലപ്രളയം ഉണ്ടായിട്ട് ഈ ഭൂമിയെ തന്നി കൊണ്ട് മുങ്ങിപ്പോയിട്ട്, അതുപോലത്തെ ഒരു ഹലാക്ക് ദുരന്ത നിൻ്റെ ഉമ്മത്ത് ഉണ്ടാവോ തീരാണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാർന്നപ്പോൾ അള്ളാഹു അതിനെ സ്വീകരിച്ച് ചെന്ന ഖണ്ഡിതമായിട്ടും നബിയെ ഇങ്ങനെ ഉമ്മത്തികളെ അങ്ങനെ ഒന്നടങ്കം നാം മുക്കിയിട്ട് കൊല്ലല്ല. മൂന്നാമത്തെ ഒരു പേടിക്ക്, വല്ല യജഅല ബഅസഹും ബൈനഹും, അങ്ങനിടയിൽ ഫുർഖത്ത് ഉണ്ടാക്കോ തീര. എൻ്റെ ഉമ്മത്തിലെ വിവിധ പാർട്ടികളായിട്ട് വിഘടനയായിട്ട് അങ്ങ് പരസ്പരം ഇങ്ങനെ അടിച്ചുകൊണ്ട് പാർട്ടിയുടെ മേൽ പാർട്ടിയായിട്ട് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുക. പക്ഷേ ഫമനഅനീഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തിരസ്കരിച്ച അള്ളാഹു പിന്നെ നിൻ്റെ ഉമ്മത്തിങ്ങ എല്ലാവരും ഒരേ ആദർശത്തിൽ പിന്നെ ഒക്കെട്ടായിട്ട് ഒരേ പാർട്ടിയിൽ അങ്ങ് ജീവിക്കണം ചെല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അദമ്യമായ ആസര അള്ളാഹു ഈടേരിച്ചില്ല. അള്ളാഹു ചെന്ന് ലാ യസാലൂന മുഖ്തലിഫീന, അങ്ങ് ഛിന്ന ഭിന്നമായിക്കൊണ്ടേ ഇരിക്കുക. യാമൻ റഹിമ റബ്ബ്, നീല റബ്ബ് റഹ്മത്ത് ചെയ്യുന്ന ആൾമാർ, അള്ളാഹുടെ അനുഗ്രഹത്തെ ആൾമാരല്ലാണ്ട് ബാക്കി എല്ലാവരും പാർട്ടിയുടെ മേൽ പാർട്ടിയായിട്ട് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ മുസ്ലിമീ എല്ലാവരും ഒക്കെട്ടിലിക്കോണോണ്ട് ചിലർ ആഗ്രഹിക്കുന്നത് നല്ല ആഗ്രഹമേ, പക്ഷേ അത് നടക്കുക കൊണ്ടല്ലേ പാർട്ടി ആയിട്ടേക്കട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്തല്ലേ ബനു ഇസ്രായേൽക്കാർ 72 പാർട്ടിയായത്, എൻ്റെ ഉമ്മത്തി 73 പാർട്ടിയാവാറുണ്ട്. അത് അള്ളാഹുടെ ഖളായിട്ടിക്കട്. ഈ കൗനിഹ മുഖാലിഫത്തല്ലി ഖളാഇഹിൽ അൽ മുബ്റമി വമശിയത്തില്ലത്തി ലാ യുസ്അലു അൻഹ, അത് അള്ളാഹുടെ പണ്ട് പിന്നെ ഒരു അസലിയായ ഒരു തീരുമാനമായിട്ടിക്കട്. പിന്നെ അതിന് തൊട്ട് ചോദിക്കപ്പെടില്ല. അള്ളാഹുടെ തീരുമാനത്തിൽ നിങ്ങൾക്കത് അള്ളാഹുടെ എന്തി പാർട്ടിയാക്കി എനിക്ക് കേൾക്കുക സാധ്യമില്ല. അത് അള്ളാഹുടെ തീരുമാനം, അള്ളാഹുടെ ഇഷ്ടമായിട്ടിക്കട്. അപ്പോൾ പാർട്ടി ആയണ്ടേ ഇപ്പോൾ അപ്പോൾ ആ പാർട്ടി അവിടെ തൊട്ട് ഞങ്ങൾ എന്താക്കണം, ഞങ്ങളെ ആ ആദർശത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കണം മാത്രം. ഞങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന 73 പാർട്ടിയിൽ ഒരു പാർട്ടി മാത്രം സ്വർഗത്ത് ചെന്താൽ. അപ്പോൾ
ആ ഒരു രീതിക്ക് നബിയും സ്വഹാബത്തും അതുപോലെ ആ ഒരു പാരമ്പര്യത്തിൽ താബീങ്ങളും തബാഉ താബീങ്ങളും ഇമാമിങ്ങളോട് കൂടെ ഞങ്ങൾക്ക് എത്തിയതായ ഞങ്ങളെ ആലിമ്യങ്ങൾ കൂടെ എത്തിയതായ ആ ഉന്നതമായ ആദർശത്തിൽ ഞങ്ങൾ വരച്ചു നിൽക്കാം. എന്ത് ബിറുകാലി ബന്ധിങ്ങളും ഏത് വാട്സാപ്പും ഏത് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വന്നതായ ഒരു പ്രചാരത്തും ഞങ്ങൾ ബലിയാവാണ്ട് ഞങ്ങളെ ആദർശത്തിൽ ഞങ്ങൾ വരച്ചു നിന്നിട്ടായെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് ആ നബിയും സഹാബത്ത് പോയതായ ആ വഴിയിൽ ഞങ്ങൾക്ക് വരച്ചു നിൽക്കാവുന്നതായിട്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅ. അപ്പോൾ ദുനിയാവിലുള്ളതായ പാർട്ടിങ് അത് പാർട്ടിയുടെ പേര് പാർട്ടി ആയിട്ടേക്കട് അത് തടയുക ആർക്കും സാധ്യമില്ല. പക്ഷെ ഞങ്ങൾ എന്താക്കുക, ഞങ്ങളെ ഈമാൻ സംരക്ഷിക്കുകയായിട്ട് ഞങ്ങളെ പാരമ്പര്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിന്നിട്ട് ഞങ്ങളെ വംശപാരമ്പര്യത്തും അതുപോലെ മുൻവരിസവും ഞങ്ങൾ നല്ലൊരു ദൃഢനിശ്ചയം ഞങ്ങൾ ആക്കി തീർക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും أشهد